ക്യാമ്പസ് ബസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. സിനിമകളിലൂടെയും കാർട്ടൂണുകളിലൂടെയും നാം ഒട്ടനവധി കഥാപാത്രങ്ങളെ കണ്ടു പരിചയിച്ചിട്ടുണ്ട്. ചില കഥാപാത്രങ്ങളോട് നമുക്ക് വല്ലാത്തൊരു ആദരവ് തോന്നാറില്ലേ? അത്തരം കഥാപാത്രങ്ങളോട് തോന്നുന്ന ആദരവ് മൂലം ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച വ്യക്തിയെ ഇഷ്ടപ്പെടുന്നവരും നമുക്കിടയിലുണ്ട്. ഒരാൾ ഇഷ്ടപ്പെടുന്ന കഥാപാത്രത്തെ ചിലപ്പോൾ മറ്റൊരാൾ അത്ര തന്നെ സ്വീകരിക്കണമെന്നില്ല. ഓരോരുത്തരുടെയും ഇഷ്ടങ്ങൾ വ്യത്യസ്തമാണല്ലോ. ക്യാമ്പസ് പൾസിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഇഷ്ട കഥാപാത്രം. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രമാണ് ചാർലി. ചാർലി വളരെ ഇൻസ്പയറിംഗ് ആണ്. പിന്നെ മൂപ്പർക്ക് ജീവിതത്തെക്കുറിച്ച് വലിയ ചിന്തയൊന്നുമില്ല. ആൾ വളരെ ഫ്രീ ആണ്. വിക്രമാദിത്യൻ്റെ ആദി എന്ന കഥാപാത്രത്തെയാണ് എനിക്കിഷ്ടപ്പെട്ടത്. തോറ്റിട്ടും വിജയത്തിലേക്ക് എങ്ങനെ വരണം എന്നുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ആദി എന്ന കഥാപാത്രം വിക്രമാദിത്യൻ്റെ അവതരിപ്പിച്ച് കാണിച്ചത്. മായാനദിയിലെ മാത്തൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താണെന്ന് വെച്ചാൽ മാത്തൻ ഭയങ്കര പാവല്ലേ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സുഡാനി ഫ്രം നൈജീരിയയിലെ രണ്ട് ഉമ്മമാരെ ക്യാരക്ടറാണ്. അതിൽ ഉമ്മ സൗബിനോട് കാണിക്കുന്ന സ്നേഹവും വാത്സല്യവും ഒക്കെ കറക്റ്റ് എന്താ പറയുക, നല്ല നാച്ചുറാലിറ്റിയുള്ള അഭിനയമായിരുന്നു. എനിക്ക് ലാലേട്ടൻ്റെ മംഗലശ്ശേരി നീലകണ്ഠ, അത് ദേവാസുരം, അതാണ് ഭയങ്കര ഇഷ്ടപ്പെട്ട ഫിലിം. ഭയങ്കര ടെറർ, ഭയങ്കര താന്തോന്നിയൊക്കെ ഒരു റോളാണ്. അതുകൊണ്ടാണ് ഭയങ്കര ഇഷ്ടം. കുമ്പളങ്ങിയിലെ ബോബി മാസ് അടിപൊളി, റിയൽ ലവ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കലി എന്ന സിനിമയിലെ സിദ്ധാർത്ഥ് ഇഷ്ടപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ അത് ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നമ്മളെ ലൈഫിലായാലും ആരുടെ ലൈഫിലായാലും മുന്നോട്ട് പോകുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒപ്പിയെടുത്തിട്ടുള്ളൊരു സ്റ്റോറി. എനിക്ക് ചാർലി പറഞ്ഞ ഫിലിം ഭയങ്കര ഇഷ്ടമാണ്. അതിലെ ക്യാരക്ടർ ഭയങ്കര ഇൻസ്പിറേഷണലാണ്, ആർക്കും ഇഷ്ടപ്പെടും. അതേപോലെ ഫ്രീ ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട്. ടൈറ്റാനിക് എന്ന സിനിമയിലെ ഓസ്കാർ വിന്നർ ആയിട്ടുള്ള ഡികാപ്രിയോ ചെയ്ത ജാക്ക് എന്ന് പറയുന്ന കഥാപാത്രമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ളത്. അതായത് നിസ്വാർത്ഥമായ പ്രണയത്തിന്റെ ഒരു ഉദാഹരണം എന്നൊക്കെ തന്നെ നമുക്ക് ആദ്യം തന്നെ എടുത്തു പറയാൻ കഴിയുന്ന ഒരു കഥാപാത്രമാണ് ജാക്ക്. ശിക്കാരി ചമ്പൂർ ഭയങ്കര ഇഷ്ടമാണ്. എന്താ വെച്ചാൽ മൂപ്പര് ഒരു ലക്കിലാണ് ജീവിക്കണത്. നമുക്ക് അങ്ങനത്തെ ഒരു ലക്ക് കിട്ടുകയാണെങ്കിൽ നമുക്കും ഭാഗ്യമാണ് പറയുക. ഫുള്ള് ലക്കിലാണ് മൂപ്പര് ജീവിതം. 96-ലെ റാമിനെയാണ് എനിക്കിഷ്ടം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺകണ്ടീഷണൽ ലവിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് റാം. സുഡാനി ഫ്രം നൈജീരിയയിലെ സോബിൻഖിൻ്റെ മജീദ് എന്ന ക്യാരക്ടറാണ് എനിക്ക് ഇഷ്ടമായത്. അതിലൊരു ഒരു മാനേജറുടെ കഷ്ടപ്പാടുകളും പിന്നെ നമുക്ക് നമ്മുടെ നാട്ടിലെത്തുന്ന അഭയാർത്ഥികൾക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്നതും അങ്ങനെ പല കാര്യങ്ങളും ആ സിനിമയിൽ നിന്ന് നമുക്ക് കാണിച്ചു തരാൻ കഴിഞ്ഞു. കുമ്പളങ്ങിലെ സജി എന്ന കഥാപാത്രം അടിപൊളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ കണ്ടതിൽ നല്ലൊരു കഥാപാത്രമാണ്. എന്താണെന്ന് വെച്ചാൽ അതിലത്തെ ആദ്യം അവർ ഏട്ടൻ്റെ സ്ഥാനം പക്ക ഷോകാണെങ്കിലും പിന്നെ അത് നല്ലൊരു ക്യാരക്ടറായിട്ടാണ് മാറുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കഥാപാത്രം ടോം ആൻഡ് ജെറിയാണ്. ടോം ആൻഡ് ജെറി കാണുമ്പോൾ അത് വെറും ഒരു കാർട്ടൂണിൻ്റെ അപ്പുറം അത് ഞാനും എൻ്റെ ഏട്ടനും തമ്മിലുള്ള കറക്റ്റ് റിലേഷനാണ്. ഞാൻ ജീവിതത്തിൽ കണ്ട വ്യത്യസ്തമായൊരു കഥാപാത്രമാണ് മായനദിയിലെ അപ്പു എന്ന പെൺകുട്ടി. സ്വന്തം കാലിൽ നിൽക്കണം എന്ന ചിന്താഗതിയോട് കൂടി ജീവിക്കുന്ന ഒരു പെൺകുട്ടി. ഞാൻ പ്രകാശനിലെ ഫഹദ് ഫാസിലിന്റെ പ്രകാശൻ എന്ന റോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. കാരണം ഒരു പക്ക ടിപ്പിക്കൽ മലയാളി. അപ്പം നമുക്കത് കാണുമ്പോൾ നമ്മളെ തന്നെ ഓരോ കല്യാണ സീനൊക്കെ വരുമ്പോൾ ക്യാമറ വരുമ്പോൾ നമ്മളിങ്ങനെ സ്ലോ ആയിട്ട് സിനിമ കാണുമ്പോൾ അപ്പം നമുക്ക് തന്നെ നമ്മൾ തന്നെ ഓർമ്മ വരും. കുമ്പളങ്ങി നൈറ്റ്സിലെ ബോണി എന്ന കഥാപാത്രത്തെയാണ് ഞാൻ പറയണത്. അതിലെന്ന് പറഞ്ഞാൽ ഓണി സംസാരിക്കാനൊന്നും കഴിയില്ലെങ്കിലും എല്ലാ ഫ്രണ്ട്ഷിപ്പിനൊക്കെ വാല്യൂ എടുക്കുന്ന ഒരു ക്യാരക്ടറാണ് അതിലുള്ളത്. വിജയ് സൂപ്പറും പൗർണമി നല്ല ഇഷ്ടമാണ്. കാരണം നല്ല മോട്ടിവേറ്റഡ് ആണ്. എപ്പോഴും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയും. അതിൽ ആസിഫലിനൊക്കെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഓളാണ്. ചതിയൻ ചന്തു എന്ന മമ്മൂക്കയുടെ വടക്കം വീരാഗാഥയിലെ ക്യാരക്ടർ. അദ്ദേഹത്തിന്റെ വോയിസ് മോഡുലേഷൻ, ഗനഗാംഭീര്യമായിട്ടുള്ള സൗണ്ട്, കളരിയിലും മറ്റുമുള്ള ആയോധന കലയിലെ ആ മെയ്വഴക്കം. എനിക്കിഷ്ടമായ കഥാപാത്രം എന്ന് പറഞ്ഞാൽ മൈ സീക്രട്ട് സൂപ്പർ സ്റ്റാർ എന്ന സിനിമയിൽ സൈറ വാസിം ചെയ്ത ഇൻസിയ എന്നുള്ളൊരു ക്യാരക്ടറാണ്. അവളൊരു മുസ്ലിം പെൺകുട്ടിയാണ്. അവൾ ഭയങ്കരമായിട്ട് ഡ്രീം ചെയ്ത ഭയങ്കരമായിട്ട് പാട്ട് പാടണം, ഭയങ്കരമായിട്ട് പാട്ടിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ്. എനിക്ക് കുമ്പളേൻ്റെ ഷമ്മി ഭയങ്കര ഇഷ്ടമാണ്. ബിക്കോസ് ആ ക്യാരക്ടർ, ആ ചിരി, പിന്നെ അതിൻ്റെ എക്സ്പ്രഷനൊക്കെ സൈക്കോ മൈൻഡുള്ളത്. ആ ഡയലോഗുണ്ട് ഷമ്മി ഹീറോയുടെ ഹീറോ, അതൊക്കെ സൂപ്പർ വൈകണ്. ഞാനൊക്കെ ആവാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ എനിക്കൊക്കെ ഒരു മാതൃകയാവുന്ന ഒരു തരത്തിലുള്ള ക്യാരക്ടറാണ് 22 ഫീമെയിൽ കോട്ടയത്തിലെ ടെസ്സ എന്ന ക്യാരക്ടർ. റീമാക്ക് അല്ലെങ്കിൽ ചെയ്ത ടെസ്സ എന്ന ക്യാരക്ടർ. ഞാനൊക്കെ ഒരു പ്രശ്നത്തിനെ ഭയങ്കര സെൻസിറ്റീവായിട്ട് മാത്രം കാണുന്ന ആളാണ്. പക്ഷേ ടെസ്സ അതിൽ ഫസ്റ്റ് സെൻസിറ്റീവ് ആയിരുന്നെങ്കിലും പിന്നെ അതിനെ ബോൾഡായിട്ട് അതിനെ അവൾ നേരിടുന്നുണ്ട്. എനിക്ക് ജൂൺ മൂവിയിലെ ജൂണിനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എന്താ വെച്ചാൽ ഭയങ്കര ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. സംഭവം ഒരു തീപ്പ് കിട്ടിയ ഫിലിമൊക്കെ ആണെന്നുണ്ടെങ്കിലും അവളുടെ ക്യാരക്ടർ, അവളുടെ ഹെയർ സ്റ്റൈൽ, അവളുടെ ഡ്രസ്സിങ്, സോ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജൂണിനെ. കഥാപാത്രങ്ങൾക്ക് ജനനം മാത്രമേ ഉള്ളൂ, മരണമില്ല. കഥാപാത്രങ്ങളെ സ്വീകരിക്കുന്ന ആരാധകരുടെ ഹൃദയത്തിലാണ് അവർ ജീവിക്കുന്നത്. പുതിയൊരു വിഷയത്തിൽ ചർച്ചകളുമായി ക്യാമ്പസ് പൾസ് വീണ്ടും വരും.